Hello everyone, welcome back to another video on this channel. This will be an exclusive video for those who want to learn spoken English and those who want to improve their language skill. ഇംഗ്ലീഷ് ഭാഷ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വീഡിയോ, ഒരു ക്ലാസ്സാണ് ഇത്. ഈ സെഷനിൽ ഞാനിവിടെ പരിചയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണിംഗ് മെത്തേഡാണ്. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ലേണേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ മെത്തേഡുകളുണ്ട്. അതിലൊരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് NII മെത്തേഡ് എന്നാണ്. അതായത് നരേറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റ്. നരേറ്റിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റ് എന്നാണ് ഈ മെത്തേഡിൻ്റെ പേര്. ഇതിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. അതിനു മുന്നോടിയായിട്ട് എന്താണ് ഈ പറയുന്ന മെത്തേഡ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ആ ലക്ഷ്യം പറഞ്ഞതിന് ശേഷം എന്താണ് ഈ മെത്തേഡ് എന്നുള്ളത് പറയാം. ഈ മെത്തേഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ മറ്റുള്ള ഒരാളോട് പറയേണ്ടതായിട്ട് വരും. അതായത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നരേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഭാഷ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ സിംഹഭാഗം, ഒരു ലയൺസ് ഷെയർ എന്ന് പറയുന്നത് ആക്ച്വലി നരേറ്റിംഗ് ആണ്. കാര്യങ്ങൾ മറ്റു ആളുകളോട് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേഷൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ സ്കില്ല് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഈ പറഞ്ഞ മെത്തേഡിനുള്ളത്. 1. 2. റിട്രീവ് ഇമ്പോർട്ടൻറ്റ് വൊക്കാബുലറീസ് ഓർ സെൻറ്റൻസ് പാറ്റേൺസ് ഫ്രം ആർ മെമ്മറി. നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം വാക്കുകൾ, വൊക്കാബുലറീനെ പുറത്തേക്കെടുക്കാൻ, റിട്രീവ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് ഒരു എഫർട്ട്ലെസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഓർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുറേ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടാവാം, പക്ഷേ അത് നമ്മുടെ നാക്കിൻ്റെ ടിപ്പിലേക്ക് അത് വരുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻ്റായിട്ട് എഫർട്ട്ലെസ്ലി നടത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക, അത് വൊക്കാബുലറിയും ചില എക്സ്പ്രഷൻസ് ഓർ സെൻറ്റൻസ് ക്ലോസസുകൾ നമുക്ക് വളരെ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അടുത്തത്. ഇനി 3ാമത്തെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ഡെയിലി കോൺവെർസേഷണൽ ഫ്ലുവൻസി. അതായത് നമ്മുടെ സംഭാഷണത്തിൻ്റെ ഫ്ലുവൻസി, വേഗത അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ എസെൻഷ്യലായിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ വൊക്കാബുലറികളുണ്ട്. ഒപ്പം കുറേ വെർബുകളുണ്ട്, അതായത് കുറേ ആക്ഷൻ വെർബുകളുണ്ട്. ഈ പറയുന്ന വെർബുകളില്ലാതെ നമുക്ക് ഭാഷ ഉപയോഗിക്കാനേ സാധിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ പല ക്ലാസ്സുകളിലും പ്രധാനപ്പെട്ട എസെൻഷ്യൽ 200 വേർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചില ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ കുറേ വാക്കുകളും അതിൻ്റെ മീനിങ്ങും മാത്രം പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പകരം ഈ മെത്തേഡിലൂടെ ഇതിൽ 20 സെഷൻസാണ് ഈ ഭാഗത്തുള്ളത്, 20 ടോപ്പിക്സുകളാണ് ഈ മെത്തേഡ് വഴി നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ 20 ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വൊക്കാബുലറിയും വേർബ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ 20 പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നരേറ്റിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റിലെ ഈ ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഭാഗമാണ്. ഇത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ നമുക്കിതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. എത്രമാത്രം നിങ്ങൾക്ക് ഇത് എഫക്റ്റീവാണ് ഈ മെത്തേഡ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വിലയിരുത്തുക. കുറേ കാലങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണേഴ്സിന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. നമ്മുടെ ലേണിംഗ് കോഴ്സുകളെന്ന് പറയുന്നത് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിലൊരു മെത്തേഡ് മാത്രമാണ് ഇത്. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിതൗട്ട് ഫർദർ ഡിലേ. അതായത് ഇന്ന് നമ്മൾ നരേറ്റിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റിൽ പഠിക്കാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് എ നാരോ എസ്കേപ്പ് ഫ്രം കോബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ്
ഈ മെത്തേഡ് എന്നുള്ളത് ഞാൻ പറയാം. ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അതായത് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സിലൂടെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുണ്ട്. ബ്രിസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി. 100 കണക്കിന് ആളുകൾ ഉപയോഗപ്പെടുന്ന ഒരു കിടിലൻ കോഴ്സാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലത്തെ വിവിധ തരത്തിലുള്ള മെത്തേഡ്സ് ഇതിനകത്ത് സിലബസിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 5 മാസം ഒരാൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ലൈവ് ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സെഗ്മെൻറ്റ്സുകളുള്ള ഒരു വലിയ കോഴ്സാണ്. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സാധ്യമല്ല. അതിനൊരു നിശ്ചിത സമയം നമുക്ക് വേണം. അതുകൊണ്ടാണ് മിനിമം 5-6 മാസം വരെയൊക്കെ നമ്മുടെ കോഴ്സ് പോകും. അതിനുള്ളിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഒരുപാട് സെഗ്മെൻറ്റ്സുകൾ ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ വളരെ റിഗറസ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അതായത് ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം തന്നെ ഈ നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ജസ്റ്റ് ബ്രിസ് ടു സ്പോക്കൺ ഇംഗ്ലീഷെന്നോ അല്ലെങ്കിൽ വെറും സ്പോക്കൺ ഇംഗ്ലീഷെന്നോ അയച്ചാൽ മതി. അതിന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. പിന്നെ ഒരു മിനിമം ഫീസുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്കറിയാം 6 മാസത്തോളം ഒറ്റ ടീച്ചർ ലൈവ് ഇൻട്രാക്റ്റീവിലൂടെ ഇത്രയും വലിയ സിലബസ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനൊരു മിനിമം എക്സ്പെൻസ് വരും. 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഉള്ള ഒരു കോഴ്സല്ല. അപ്പോൾ അതുകൂടി ഞാൻ മുന്നോടിയായിട്ട് പറയുകയാണ്. മുഴുവൻ ഡീറ്റെയിൽസും കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് ഈ പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടരാം. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ ഈ നരേറ്റീവ് ഇമാജിനറി ഇൻസിഡൻസ് അല്ലെങ്കിൽ NII മെത്തേഡിലൂടെ നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതിലാദ്യത്തെ ടോപ്പിക്ക് നാരോ എസ്കേപ്പ് ഫ്രം കോബ്ര എന്നുള്ളതാണ്. ഇത് നമ്മളെങ്ങനെയാണ് പഠിക്കാൻ നോക്കാം. ഇതിൽ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടാവുക. ഒന്ന്, ലിസൺ ടു ദ ഓഡിയോ. ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യും, നിങ്ങളത് കേൾക്കണം. ഈ ഓഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻ്റാണ്. ഈ ഇൻസിഡൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം ഇത് നിങ്ങളുടെ ലൈഫിലാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതുക. എന്നിട്ട് നിങ്ങളിത് മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ലിസൺ ടു ദ ഓഡിയോ കെയർഫുള്ളി. രണ്ടാമത്തത് ട്രൈ ടു നരേറ്റ് ദിസ് ഇൻസിഡൻറ്റ് ടു സംബഡി. ഒരാളോട് ഇത് നരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നോട് തന്നെ നരേറ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഓഡിയോ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാമായിരിക്കാം, നിങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷാണോ അറിയുക ആ ഭാഷയിൽ നിങ്ങൾക്ക് ലഭ്യമായ വൊക്കാബുലറി വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ചെറിയൊരു ഇൻസിഡൻ്റാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാനൊരു മോഡലായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ മലയാളത്തിൽ വിവരിക്കുന്ന ഇൻസിഡൻറ്റിനെ ഒരാൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ അത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ സ്വയം ശ്രമിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ലൈവ് ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് ലേണേഴ്സിനെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ മോഡൽ പ്ലേ ചെയ്യാറുള്ളൂ. നാലാമത്തേത് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത, അതായത് ഒരു മോഡലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാതൃക ഇൻസിഡൻറ്റ് നരേഷൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ആ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യം ഇംഗ്ലീഷിൽ പറയാമെന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വൊക്കാബുലറി അതുപോലെ കൊളൊക്കേഷൻസ് എക്സ്പ്രഷൻസൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നാലാമത് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഈ ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ വൊക്കാബുലറിയും, അതിൽ ചിലപ്പോൾ കൊളൊക്കേഷൻസ് ആവാം, ചിലപ്പോൾ അത് വൊക്കാബുലറി ആവും, വാക്കുകളാവും. ഇതെല്ലാം നമുക്കൊന്ന് അവസാനം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അധ്യായത്തിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ദ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ടു ദ ഓഡിയോ ആണ്. സോ ഐ വിൽ ബി പ്ലേയിങ് ആൻ ഓഡിയോ. യു ഹാവ് ടു ലിസൺ ടു ദറ്റ് ഓഡിയോ കെയർഫുള്ളി. ഓക്കെ. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടു. ടാറിട്ട റോഡിൽ നിന്ന് ഇടവഴിയിലൂടെ നടന്നു വേണം ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലെത്താൻ. മെയിൻ റോഡിൽ ബസ് ഇറങ്ങി ഞാൻ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഷ് എന്നൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ റോഡിനരികിലെ മാളത്തിൽ നിന്ന് ഒരു പാമ്പ് ഇഴഞ്ഞെൻ്റെ നേരെ വന്നു. ഞാൻ പേടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പുറകെ വന്ന് കടിച്ചാലോ എന്നോർത്ത് ഞാൻ ഓടാതെ സ്തംഭിച്ചു നിന്നു. പാമ്പ് റോഡിന് കുറുകെ കിടന്നു. തല ഉയർത്തി അതിൻ്റെ പത്തി വിടർത്തി. അതൊരു മൂർഖനായിരുന്നു. പാമ്പ് എൻ്റെ നേരെ ചീറ്റി. ഞാൻ പേടിച്ച് വിറച്ചു. എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. പാമ്പ് എന്നെ അല്പനേരം തുറിച്ചു നോക്കി. ശേഷം പതിയെ റോഡിനരികിലെ പൊന്തയിലുള്ളിലേക്ക്
ഇഴഞ്ഞുപോയി. കഷ്ടിച്ചു രക്ഷപ്പെട്ട ഞാൻ ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. ഹലോ. ഓക്കെ, മലയാളത്തിലുള്ള ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കുറേ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഒറ്റ തവണ മാത്രം നിങ്ങളത് കേട്ടതിന് ശേഷം വേണം ഈ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ശ്രമിക്കാൻ. ഇനി അത് ചില ഡീറ്റെയിൽസ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു തവണ കൂടെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ വീഡിയോ പ്ലേ ചെയ്തോളൂ. ഓഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് ഇംഗ്ലീഷിലേക്ക് നരേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയേ. അതായത് വേർഡ് ബൈ വേർഡ് ഒന്നും വേണ്ട, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഐഡിയ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ ഒന്നുകൂടെ കേട്ടതിന് ശേഷം ഒന്ന് പറഞ്ഞു നോക്കൂ. ഇനി ഇത് കേട്ട ആളുകൾ നിങ്ങൾ സ്വയം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പറയുക. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒരാൾ അയാളുടെ ലൈഫിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നെ. അത് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചേ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം ശ്രമിക്കാൻ. ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയാൻ ശ്രമിച്ചു എന്ന് കരുതുന്നു. ചില ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പറയാൻ സാധിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, ചില ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, പല ആൾക്കാർക്കും നല്ല രീതിയിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല വൊക്കാബുലറികളും ലഭിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാമ്പ് ഇഴയുക, പത്തി വിടർത്തുക, ചീറ്റുക, ജീവനും കൊണ്ട് ഓടുക എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ഒരു സാമ്പിൾ കേൾപ്പിക്കുകയാണ്. ഒരാൾ ഈ പറഞ്ഞ കാര്യം, മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ ആശയത്തെ കൃത്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് പറയുന്ന ഒരു സാമ്പിളാണ്. എല്ലാവരും നല്ല കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. A narrow escape from Cobra. Today, our school finished early. To reach my house in the village, I have to walk from the tarred road through a small lane. I got off the bus on the main road and was walking through the lane. All of a sudden, I heard a hissing sound. When I looked, a snake slithered out of a hole by the roadside and came straight toward me. I got scared and didn't know what to do. Thinking it might chase me and bite, I just stood frozen instead of running. The snake lay across the road and raised its head. It spread its hood. It was a cobra. The snake suddenly lunged at me. I trembled with fear. I called out to all the gods and prayed. The snake stared at me for a while. Then slowly, it slithered back into the bushes by the roadside. Having narrowly escaped, I ran home for my life. ഹലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു മോഡൽ ശ്രദ്ധിച്ചു. ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു മാതൃക കിട്ടിയല്ലോ. ഈ കേട്ട കാര്യങ്ങളെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടാവും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. നോക്കിയേ, നമ്മളിവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന മലയാളം സെൻറ്റൻസ് ശരിക്കും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല ആദ്യം പറയുന്ന സമയത്ത്. പക്ഷേ ഇനി നിങ്ങളത് ആ രൂപത്തിൽ പറഞ്ഞ് ശീലിക്കുന്നത് നിങ്ങൾക്ക് വൊക്കാബുലറിയും എക്സ്പ്രഷൻസും കൊളൊക്കേഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ സെൻറ്റൻസ് വായിക്കാൻ, നിങ്ങളത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടു. അവിടെ നിന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടു. എങ്ങനെ പറയാം? ശ്രമിക്കൂ. ടുഡേ ആർ സ്കൂൾ. നമുക്ക് 2-3 രീതിയിൽ പറയാം വിട്ടു എന്നതിന്. ഒന്ന്, ഫിനിഷ്ഡ് ഏർലി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പ്രയോഗമാണ്. വളരെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ടുഡേ ആർ സ്കൂൾ ഫിനിഷ്ഡ് ഏർലി. ആ ഫിനിഷ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഗെറ്റ് ഓവർ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഒരു നാച്ചുറൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു നേറ്റീവ് വേ ഓഫ് സേയിങ് ആണ്. അതായത് ടുഡേ ആർ സ്കൂൾ ഗോട്ട് ഓവർ ഏർലി. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടു. ഇനി ഇങ്ങനെയും പറയാം, ആർ സ്കൂൾ എൻഡഡ് ഏർലി ടുഡേ. ആർ സ്കൂൾ എൻഡഡ് ഏർലി ടുഡേ. നോക്കിയേ, ഇന്ന് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടു. ടുഡേ ആർ സ്കൂൾ ഫിനിഷ്ഡ് ഏർലി. ടുഡേ ആർ സ്കൂൾ ഗോട്ട് ഓവർ ഏർലി. അതല്ലെങ്കിൽ ആർ സ്കൂൾ എൻഡഡ് ഏർലി ടുഡേ. ഈ രൂപത്തിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. രണ്ടാമത്തെ വാക്യം എന്താണ്? താറിട്ട റോട്ടിൽ നിന്നും ഇടവഴിയിലൂടെ നടന്നു വേണം ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലെത്താൻ. എന്താ പറഞ്ഞത്? താറിട്ട റോട്ടിൽ നിന്നും ഇടവഴിയിലൂടെ നടന്നു വേണം ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലെത്താൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എൻ്റെ വീട്ടിലെത്താൻ. അവിടെ നിന്ന് തന്നെ തുടങ്ങിക്കോളൂ. ടു റീച്ച് മൈ ഹോം. എന്ത് ചെയ്യണം?
താറിട്ട റോട്ടിൽ നിന്നും ഇടവഴിയിലൂടെ നടന്നു വേണം. ടു റീച്ച് മൈ ഹോം ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലെത്താൻ ഐ ഹാവ് ടു വാക്ക് ഫ്രം ദ താർഡ് റോഡ്, താറിട്ട റോട്ടിൽ നിന്നും ഐ ഹാവ് ടു വാക്ക് ഫ്രം ദ താർഡ് റോഡ് ത്രൂ എ സ്മോൾ ലെയിൻ, ഒരു ചെറിയ ലെയിനിലൂടെ വേണം. ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴി. ഓക്കെ, ഇടവഴിക്ക് നമുക്ക് ലെയിൻ എന്ന് പറയാം. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം? ടു റീച്ച് മൈ ഹൗസ് ഇൻ ദ വില്ലേജ് ഐ ഹാവ് ടു ഓർ ഐ വാണ്ട് ടു വാക്ക് ഫ്രം ദ താർ റോഡ് ത്രൂ എ സ്മോൾ ലെയിൻ. ഗോട്ട് ഇറ്റ്? ഇനി അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്. മെയിൻ റോട്ടിൽ ബസ് ഇറങ്ങി ഞാൻ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. മെയിൻ റോട്ടിൽ ബസ് ഇറങ്ങി ഞാൻ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ബസ് ഇറങ്ങുക എന്നുള്ളതിന് പറയാം? ബസ് ഇറങ്ങുക, ബസ് ട്രെയിനൊക്കെ പോലെയുള്ള വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് ഗെറ്റ് ഓഫ് എന്ന് പറയാം. അതിൽ കയറുന്നതിന് ഗെറ്റ് ഓൺ എന്നാണ് പറയാം. എന്നാൽ സാധാരണ കാറ് മറ്റ് വാഹനങ്ങളൊക്കെ കയറുന്നതിന് ഗെറ്റ് ഇൻ എന്നാണ് പറയാം. ഗെറ്റ് ഇൻ. ഓക്കെ, അതുപോലെ പുറത്തിറങ്ങുന്നത് ഗെറ്റ് ഔട്ട്. പക്ഷേ ഇവിടെ ബസ് ആയതുകൊണ്ട് ഗെറ്റ് ഓഫ് ആണ്. അപ്പോൾ മെയിൻ റോട്ടിൽ ബസ് ഇറങ്ങി. അപ്പോൾ ഐ ഗോട്ട് ഓഫ് ദ ബസ് എവിടെയാ? ഓൺ ദി മെയിൻ റോഡ്. ഐ ഗോട്ട് ഓഫ് ദ ബസ് ഓൺ ദ മെയിൻ റോഡ് ആൻഡ് വാസ് വാക്കിംഗ് ത്രൂ ദ ലെയിൻ. മെയിൻ റോട്ടിൽ ബസ് ഇറങ്ങി ഞാൻ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. ഐ ഗോട്ട് ഓഫ് ദ ബസ് ഓൺ ദി മെയിൻ റോഡ് ആൻഡ് വാസ് വാക്കിംഗ് ത്രൂ ദ ലെയിൻ. ഓക്കെ, ഞാൻ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് എന്നാൽ നമുക്ക് ഓൾ ഓഫ് സഡൻ, ഓൾ ഓഫ് എ സഡൻ, സഡൻലി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഓൾ ഓഫ് എ സഡൻ ദറ്റ് വിൽ ബി ദ മോസ്റ്റ് റൈറ്റ് വേ ഓഫ് സേയിങ് ഇൻ സ്പോക്കൺ വേ. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് എന്നൊരു ശബ്ദം കേട്ടു. ഐ ഹേർഡ്, അത് നമുക്കിങ്ങനെ പറയാം, ഐ ഹേർഡ് എ സൗണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ ഹേർഡ് എ ഹിസ്സിങ് സൗണ്ട്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് ഈ പാമ്പൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് ഹിസ്സിങ് സൗണ്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഹേർഡ് എ ഹിസ്സിങ് സൗണ്ട്, അതല്ലേ നല്ലത്? ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഐ ഹേർഡ് എ ഹിസ്സിങ് സൗണ്ട്. അടുത്തത്, നോക്കുമ്പോൾ റോഡരികിലെ മാളത്തിൽ നിന്നും ഒരു പാമ്പ് ഇഴഞ്ഞ് എൻ്റെ നേരെ വന്നു. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് അല്ലേ? നോക്കുമ്പോൾ, അതായത് ഞാൻ നോക്കുമ്പോൾ, വെൻ ഐ ലുക്ക് ഓർ വെൻ ഐ ലുക്ക്ഡ്, ഞാൻ നോക്കിയപ്പോൾ. റോഡരികിൻ്റെ മാളത്തിൽ നിന്നും, മാളത്തിന് നമുക്കെന്താ പറയുക? ഹോൾ അല്ലേ? അപ്പോൾ ആ ഒരു ഹോളിൽ നിന്നും ഒരു പാമ്പ് ഇഴഞ്ഞ് എൻ്റെ നേരെ വന്നു. എ സ്നേക്ക് സ്ലിതേഡ് ഔട്ട് ഓഫ് എ ഹോൾ. എങ്ങോട്ടാ? ടുവാർഡ്സ് മീ, ടുവാർഡ് മീ ഓർ ടുവാർഡ്സ് മീ, എൻ്റെ നേരെ വന്നു. അപ്പോൾ നമുക്കത് ഇങ്ങനെ പറയാൻ പറ്റും, വെൻ ഐ ലുക്ക്ഡ് എ സ്നേക്ക് സ്ലിതേഡ് ഔട്ട് ഓഫ് ദ ഹോൾ. ഈ മാളത്തിന് നമുക്ക് ഹോൾ എന്ന് പറയാം. സ്ലിതേഡ് ഔട്ട് ഓഫ് ദ ഹോൾ, എവിടെയുള്ള ഹോളാ? ബൈ ദ റോഡ് സൈഡ്, റോഡരികിലെ മാളത്തിൽ നിന്നും. ആൻഡ് കെയിം സ്ട്രൈറ്റ് ടുവാർഡ് മീ, ആൻഡ് കെയിം സ്ട്രൈറ്റ് ടുവാർഡ് മീ, എൻ്റെ നേരെ വന്നു. നമുക്കതിനെ ഇങ്ങനെ പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കുക. സെൻറ്റൻസസ് എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. അടുത്ത സെൻറ്റൻസ് എന്താ? ഞാൻ പേടിച്ചു. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. ഞാൻ പേടിച്ചു എന്നതിന് നമുക്ക് പല രൂപത്തിൽ പറയാം. ഒന്ന്, ഐ വാസ് സ്കേർഡ് ഓർ ഐ ഗോട്ട് സ്കേർഡ്. ഐ ഗോട്ട് സ്കേർഡ്, ഐ വാസ് അഫ്രൈഡ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ടല്ലേ. ഐ ഗോട്ട് സ്കേർഡ്, ദാറ്റ് വിൽ ബി കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഐ ഗോട്ട് സ്കേർഡ്. എന്നിട്ടോ, ആൻഡ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഐ സ്റ്റുഡ് ദേർ, ഡിഡിൻ നോ വാട്ട് ടു ഡു. ഡിഡിൻ നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ അവിടെ വീണ്ടും ഐ സ്റ്റുഡ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി. ഐ ഗോട്ട് സ്കേർഡ്, ഞാൻ പേടിച്ചു. ആൻഡ് ഡിഡിൻ നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അല്ലെങ്കിൽ ഐ സ്റ്റുഡ് ദേർ, ഡിഡിൻ നോ വാട്ട് ടു ഡു. ഈ ഡിഡിൻ നോ വാട്ട് ടു ഡു എന്നതിന് പകരം നമുക്ക് വേറൊരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഐ ഡിഡിൻ ഹാവ് എ ക്ലൂ വാട്ട് ടു ഡു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഐ ഗോട്ട് സ്കെയർഡ് ആൻഡ് ഡിഡിൻ നോ വാട്ട് ടു ഡു എന്നുള്ളത് എങ്ങനെ കൂടി പറയാം? ഐ വാസ് സ്കെയർഡ് ഓർ ഐ ഗോട്ട് സ്കെയർഡ്, അല്ലെങ്കിൽ ഐ വാസ് ടെറിഫൈഡ് ആൻഡ് ഡിഡിൻ ഹാവ് എ ക്ലൂ വാട്ട് ടു ഡു. അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രയോഗമാണ്. അതായത് ഐ വാസ് ടെറിഫൈഡ്, ഞാൻ ആകെ പേടിച്ചു. ആൻഡ് ഡിഡിൻ ഹാവ് എ ക്ലൂ വാട്ട് ടു ഡു. ഇനി നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഐ ഗോട്ട് സ്കെയർഡ് ആൻഡ് ഡിഡിൻ നോ വാട്ട് ടു ഡു എന്ന് സിമ്പിളായിട്ടും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, നോ പ്രോബ്ലം.
പുറകെ വന്ന് കടിച്ചാലോ എന്നോർത്ത് ഞാൻ ഓടാതെ സ്തംഭിച്ചു നിന്നു. പുറകെ വന്ന് കടിച്ചാലോ എന്നോർത്ത് ഞാൻ ഓടാതെ സ്തംഭിച്ചു നിന്നു. തിങ്കിങ് ഇറ്റ് മൈറ്റ് ചേസ് മീ ആൻഡ് ബൈറ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഐ ജസ്റ്റ് സ്റ്റുഡ് ദെയർ. എങ്ങനെയാണ് ഞാൻ അവിടെ നിന്നത്? ഞാൻ ഓടാതെ സ്തംഭിച്ചു നിന്നു. സ്തംഭിച്ച് നിൽക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സ്റ്റാൻഡ് ഫ്രോസൺ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ സ്തംഭിച്ചു നിന്നു. ഐ ജസ്റ്റ് സ്റ്റുഡ് ഫ്രോസൺ ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് ഓർ മൂവിങ്. അപ്പോൾ നമുക്കിതെങ്ങനെ പറയാം? പുറകെ വന്ന് കടിച്ചാലോ എന്നോർത്ത് ഞാൻ ഓടാതെ സ്തംഭിച്ചു നിന്നു. തിങ്കിങ് ഇറ്റ് മൈറ്റ് ചേസ് മീ ആൻഡ് ബൈറ്റ്, ഐ സ്റ്റുഡ് ഫ്രോസൺ without or instead of running. Without running or instead of running. അടുത്ത സെൻറ്റൻസ് എന്താണ്? പാമ്പ് റോഡിന് കുറുകെ കിടന്നു, തല ഉയർത്തി. കുറുകെ കിടക്കുക എന്നുള്ളത് നമ്മൾ ലൈ എന്നാണ് പറയുക. അതിൻ്റെ പാസ്റ്റ് കിടന്നു, ലേ. അപ്പോൾ ദ സ്നേക്ക് ലേ എവിടെയാ? അക്രോസ് ദ റോഡ്. ദ സ്നേക്ക് ലേ അക്രോസ് ദ റോഡ്. പാമ്പ് റോഡിന് കുറുകെ കിടന്നു. ആൻഡ് റേസ്ഡ് ഇറ്റ്സ് ഹെഡ്. അതിൻ്റെ തല ഉയർത്തി. പാമ്പ് റോഡിന് കുറുകെ കിടന്നു, തല ഉയർത്തി. ദ സ്നേക്ക് ലേ അക്രോസ് ദ റോഡ് ആൻഡ് റേസ്ഡ് ഇറ്റ്സ് ഹെഡ്. അതിൻ്റെ തല ഉയർത്തി. ഇനിയാണ് പ്രധാനപ്പെട്ടത്, അതിൻ്റെ പത്തി വിടർത്തി. തല ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ പത്തി ഇങ്ങനെ വിടർത്തി. പത്തി എന്നതിന് നമുക്ക് ഹൂഡ് എന്നാണ് പറയുക, പാമ്പിൻ്റെ പത്തി. വിടർത്തുക എന്നതിന് സ്പ്രെഡ് എന്നാണ് പറയുക. അപ്പോൾ അത് അതിൻ്റെ പത്തി വിടർത്തുക ചെയ്തത്. ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഹൂഡ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടർത്തുക. സ്പ്രെഡിൻ്റെ പാസ്റ്റും സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഹൂഡ്. അത് അതിൻ്റെ ഹൂഡ് പത്തി വിടർത്തി. എന്നിട്ടോ അതൊരു മൂർഖനായിരുന്നു. മൂർഖന് നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? കോബ്ര. ഇറ്റ് വാസ് എ കോബ്ര. ഇറ്റ് വാസ് എ കോബ്ര. അത് രാജവമ്പാലാണെങ്കിൽ ഇറ്റ് വാസ് എ കിങ് കോബ്ര എന്ന് പറയേണ്ടി വരും. ഇനി നമ്മൾ സർപ്പം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഇറ്റ് വാസ് എ സെർപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പാമ്പ് എൻ്റെ നേരെ ചീറ്റി. പാമ്പ് ഇങ്ങനെ ചീറ്റില്ല, ഇങ്ങനെ കൊത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീറ്റുക എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. അതിന് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ലഞ്ച് ആണ്. ലഞ്ച്. ഓക്കെ. അപ്പോൾ ഇവിടെ പാമ്പ് എൻ്റെ നേരെ ചീറ്റി. ദ സ്നേക്ക് സഡൻലി ലഞ്ച്ഡ് അറ്റ് മീ. ദ സ്നേക്ക് സഡൻലി ലഞ്ച്ഡ് അറ്റ് മീ. ലഞ്ച്ഡ് അറ്റ് മീ. അപ്പോൾ അത് പഠിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇതിൻ്റെ ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. ഒരു 500-ഓളം എസെൻഷ്യലായിട്ട് വരുന്ന വെർബുകളും നൗണുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഞാനൊരു ലിസ്റ്റാക്കി തന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതുപോലെയുള്ള ഈ NII മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് അത് ഒരു കോണ്ടെക്സ്റ്റിലായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അതാണ് ഇത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്ത് നോക്കിയേ, ഞാൻ പേടിച്ച് വിറച്ചു. ഞാൻ പേടിച്ച് വിറച്ചു. ഐ ട്രംബിൾഡ് വിത്ത് ഫിയർ. ഐ ട്രംബിൾഡ് വിത്ത് ഫിയർ. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക എന്നുള്ളതിന് നമ്മൾ പ്രേ എന്ന് പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐ കോൾഡ് ഔട്ട് ടു ഓൾ ഗോഡ്സ്. ഐ കോൾഡ് ഔട്ട് ടു ഓൾ ഗോഡ്സ് ആൻഡ് പ്രേഡ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പാമ്പ് എന്നെ അല്പനേരം തുറച്ചു നോക്കി. പാമ്പ് തുറച്ചു നോക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സ്റ്റെയർ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ദ സ്നേക്ക് സ്നെയർഡ് അറ്റ് മീ. ദ സ്നേക്ക് സ്നെയർഡ് അറ്റ് മീ. പാമ്പ് എന്നെ തുറച്ചു നോക്കി. പാമ്പ് എന്നെ അല്പനേരം തുറച്ചു നോക്കി. ദ സ്നേക്ക് സ്നെയർഡ് അറ്റ് മീ ഫോർ എ വൈൽ. ഫോർ എ വൈൽ. അല്പനേരം. ഫോർ എ വൈൽ. പറഞ്ഞു നോക്കുക കേട്ടോ. ശേഷം പതിയെ റോഡരികിലെ പൊന്തയ്ക്കുള്ളിലേക്ക് ഇഴഞ്ഞു പോയി. ഇഴയുക എന്നതിൻ്റെ വേർഡ് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു. സ്ലിതർ അല്ലെങ്കിൽ ക്രൗൾ. സ്ലിതർ, ക്രൗൾ, സ്ലൈഡ് എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ശേഷം എന്ത് ചെയ്തു? പതിയെ റോഡരികിലെ പൊന്തയ്ക്കുള്ളിലേക്ക്. പൊന്ത എന്നതിന് ഇംഗ്ലീഷിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുഷസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മറ്റൊരു വേർഡുണ്ട് തിക്കറ്റ്. തിക്കറ്റ്. തിക്കറ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നോർമൽ കേസിൽ നിങ്ങൾ ബുഷ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ദെൻ സ്ലോലി ഇറ്റ് സ്ലിതേർഡ് ബാക്ക് ഇൻ ടു, അല്ലേ? തിരിച്ച് മടങ്ങി പോവല്ലേ അത്. അപ്പോൾ അല്ലെങ്കിൽ സ്ലിതേർഡ് ഇൻ ടു ദ ബുഷസ്, അല്ലെങ്കിൽ ക്രൗൾഡ് ഇൻ ടു ദ ബുഷസ്, അല്ലെങ്കിൽ സ്ലിറ്റ് ഇൻ ടു ദ ബുഷസ് എന്നൊക്കെ പറയും. സ്ലൈഡിൻ്റെ പാസ്റ്റാണ് സ്ലിറ്റ്.
അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല വേർഡ് സ്ലിതർ ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്? ദെൻ സ്ലോലി ഇറ്റ് സ്ലിതേർഡ് ബാക്ക് ഇൻ ടു ദ ബുഷസ് ബൈ ദ റോഡ് സൈഡ്. ബുഷസ് ബൈ ദ റോഡ് സൈഡ്, റോഡരികിലുള്ള പൊന്തയ്ക്കുള്ളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ശേഷം പതിയെ റോഡരികിലെ പൊന്തയ്ക്കുള്ളിലേക്ക് ഇഴഞ്ഞു പോയി. ദെൻ സ്ലോലി ഇറ്റ് സ്ലിതേർഡ് ബാക്ക് ഇൻ ടു ദ ബുഷസ് ബൈ ദ റോഡ് സൈഡ്. ഓക്കെ, കഷ്ടിച്ച് രക്ഷപ്പെട്ട ഞാൻ ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. അല്ലെ, കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സെൻറ്റൻസ് അതായിരിക്കാം ഒരു ഭാഗം. കഷ്ടിച്ച് രക്ഷപ്പെടുക, നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ചുള്ള രക്ഷപ്പെടൽ. അപ്പോൾ നാരോയിലി എസ്കേപ്ഡ് അല്ലെങ്കിൽ ഹാവിങ് നാരോയിലി എസ്കേപ്ഡ് എന്ന് തുടങ്ങാം നമുക്കിത്. കഷ്ടിച്ചു രക്ഷപ്പെട്ട ഞാൻ, ഹാവിങ് നാരോയിലി എസ്കേപ്ഡ്, ഐ റാൻ ഹോം ഫോർ മൈ ലൈഫ്. ജീവനും കൊണ്ട് ഓടി എന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക ഐ റാൻ ഫോർ മൈ ലൈഫ്. ഐ റാൻ ഫോർ മൈ ലൈഫ്. ഇത് കൂടാതെ നമുക്ക് ഈ കഷ്ടിച്ച് രക്ഷപ്പെട്ടുകൊണ്ട് എന്നുള്ളത് ഹാവിങ് നാരോലി എസ്കേപ്ഡ് എന്നുള്ളതിന് പകരം നമുക്ക് ബെയർലി എസ്കേപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബെയർലി എസ്കേപ്പിംഗ്, ഐ റാൻ ഹോം വിത്ത് മൈ ലൈഫ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഐ ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ്, ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഐ ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ് ആൻഡ് റാൻ ഫോർ മൈ ലൈഫ്, റാൻ ഹോം ഫോർ മൈ ലൈഫ്. അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെയും പറയാം, ഐ ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ് ആൻഡ് റാൻ ഫോർ മൈ ലൈഫ് ഓൾ ദ വേ ഹോം. ഈ രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത് കൂടുതൽ ആവർത്തിച്ച് കണ്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചോ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വൊക്കാബ്സും അതുപോലെ കൊളക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ ആക്ടിവിറ്റി, നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കൊളക്കേഷൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് വൊക്കാബുലറി, കുറച്ച് വേർഡ്സ് ഉണ്ട്. നമുക്ക് ആ വേർഡ്സ് ആദ്യം നോക്കാം. ഒന്ന്, ഇടവഴി എന്ന് പറയുന്നതിന് നമ്മളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? പറയൂ. ലെയിൻ. വെരി ഗുഡ്. ഇഴയുക എന്നതിന് സ്ലിതർ. കൂടാതെ നമുക്ക് ക്രോൾ യൂസ് ചെയ്യാം, സ്ലൈഡും യൂസ് ചെയ്യാം. ഓക്കെ. പേടിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ സ്കെയർ ആണ്. സ്കെയർ. ഐ ഗോട്ട് സ്കെയർഡ്, ഞാൻ പേടിച്ച് പോയി. ഇനി ഐ വാസ് ടെറിഫൈഡ് എന്ന് പറയാം. അപ്പോൾ സ്കെയർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, പേടിക്കുക. ഇനി വരുന്ന പല ഇൻസിഡൻറ്റ് നരേഷനിലും പല ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും. അവിടെയൊക്കെ പലയിടങ്ങളിൽ നമ്മൾ ഈ സ്കെയർ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പകരം എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള വേർഡാണ് ഇൻസ്റ്റെഡ് ഓഫ്. അതൊരു കൺജങ്ഷനാണ്. കടിക്കുക എന്നതിന് ബൈറ്റ് എന്ന് പറയും. കിടക്കുക എന്നതിന് ലൈ. നമ്മൾ നുണ പറയുക എന്നതിനാൽ ഉപയോഗിക്കുന്ന അതേ വേർഡില്ലേ, ലൈ, അത് തന്നെയാണ് കിടക്കുക എന്നതിനും പറയുന്നത്. നുണ പറയുക ലൈ, നുണ പറഞ്ഞു ലൈഡ്. പക്ഷേ കിടക്കുക എന്നതിന് ലൈ ആണെങ്കിലും അതിൻ്റെ പാസ്റ്റ് ലേ ആണ്, LAY, ലേ. ഇതേ ലേക്ക് കിടത്തുക എന്നൊരർത്ഥമുണ്ട്. ഓക്കെ, ലെയ്ഡ്, കിടത്തുക, കിടത്തി, അത് വേറെയാണ്. ഓക്കെ, അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പാമ്പിൻ്റെ പത്തിക്ക് നമ്മളെന്താ പറഞ്ഞത്? പാമ്പിൻ്റെ പത്തിക്ക് ഹൂത്. വിടർത്തുക, സ്പ്രെഡ്. മൂർഖൻ, കോബ്ര. തുറച്ചു നോക്കുക, സ്റ്റെയർ. പൊന്ത, ബുഷസ്. പിന്നെ ഒരു വേർഡ് കൂടെ ഞാൻ പറഞ്ഞല്ലോ, തിക്കറ്റ്. ബുഷസ് ഓർ തിക്കറ്റ്. ചീറ്റുക, ലഞ്ച് എന്ന് നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില കൊളക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്, സ്കൂൾ നേരത്തെ വിട്ടു. സ്കൂൾ ഫിനിഷ്ഡ് ഏർലി, അല്ലെങ്കിൽ സ്കൂൾ ഗോട്ട് ഓവർ ഏർലി, അതല്ലെങ്കിൽ സ്കൂൾ എൻഡഡ് ഏർലി. ഈ 3 രീതിയിലും പറയാം. ബസ് ഇറങ്ങുക, ഗെറ്റ് ഓഫ് ദ ബസ്. ബസ്സിൽ കയറുക എന്നാണെങ്കിൽ ഗെറ്റ് ഓൺ ദി ബസ്. താറിട്ട റോഡ്, ടാർഡ് റോഡ്. പെട്ടെന്ന്, ഓൾ ഓഫ് എ സഡൻ. എന്ത് ചെയ്യണമെന്നറിയാതെ, ഡിഡിൻറ്റ് നോ വാട്ട് ടു ഡു, അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഹാവ് എ ക്ലൂ വാട്ട് ടു ഡു. സ്തംഭിച്ചു നിൽക്കുക, സ്റ്റാൻഡ് ഫ്രോസൺ. സ്തംഭിച്ചു നിന്നു, സ്റ്റുഡ് ഫ്രോസൺ. അല്പനേരം, ഫോർ എ വൈൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരോടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ
നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുണ്ട്. 1-on-1 ആയിട്ട് ലൈവായിട്ട് ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാവുന്ന 5 മാസത്തെ കോഴ്സാണ്. ഇതുപോലെയുള്ള ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല കിടിലൻ സിലബസാണ്. ഒരാൾക്ക് ഒരു ടീച്ചർ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ലൈവ് ഇൻട്രാക്റ്റീവാണ്. നേരിട്ട് കണ്ട് ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളും ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ. ആ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതായത് ബ്രിസ്റ്റൂസ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരുന്നതായിരിക്കും, വാട്സപ്പ് വഴി അയച്ചു തരുന്നതായിരിക്കും.